റോളൻ്റെ ഏട്ടൻ്റെ ഷാനിയുടെയും വീട്ടിൽ പോയപ്പോൾ നമ്മുടെ റോളൻ്റെ ഏട്ടൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയൊരു റെസിപ്പി ആട്ടോ ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംഭവം സക്സസ് ആണെന്ന് അലഞ്ചേട്ടനും റോളൻ്റെ ഏട്ടനും സൂയും ഷാനിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദേ ഈ ഒരു അച്ചാർ ട്രൈ ചെയ്തോ. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ പാവയ്ക്ക ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് പാവയ്ക്ക കിട്ടിയപ്പോൾ ഞാനത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ നന്നായിട്ട് അത് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റോളൻറ്റിൻ്റെ അമ്മച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അമ്മച്ചി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എന്തുണ്ടാക്കിയാലും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കത് എടുത്ത് വെച്ച് തന്ന് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോളൻറ്റേൻ്റെ വീട്ടിൽ പോകാനായിട്ട്. പിന്നെ അമ്മച്ചിയുടെ കുക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര രസമാണ്. അമ്മച്ചി വെറുതെ നാരങ്ങയോ അല്ലെങ്കിൽ നെല്ലിക്ക എടുത്ത് ഉപ്പിലിട്ടാൽ പോലും അത് ഭയങ്കര ടേസ്റ്റാണ്. അത്ര അടിപൊളിയായിട്ട് അമ്മച്ചി കുക്ക് ചെയ്യും കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി അമ്മച്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ അയൽവക്കത്ത് വരില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ പാവയ്ക്ക വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കഴുകി വൃത്തിയാക്കി അരിഞ്ഞ പാവയ്ക്ക സൺഫ്ലവർ ഓയിലിൽ നമ്മളൊന്ന് വാട്ടിയെടുക്കുവാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ അച്ചാറിടാനുള്ളതാണ്. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട. ഇനി നിങ്ങൾ അച്ചാറിടുന്നത് മറ്റേ നല്ലെണ്ണയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ പാവയ്ക്ക് അതിലേക്ക് തട്ടിക്കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട. ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഞാനിതിൽ ശർക്കരയായിട്ട് ആഡ് ചെയ്തേക്കണേ. അമ്മച്ചി പഞ്ചസാരയാണ് ഇട്ടത്, പക്ഷേ ശർക്കര ഇട്ടിട്ടും നല്ല രസമായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ആ ശർക്കരയും ഉപ്പും അതുപോലെ തന്നെ ഓയിലും എല്ലാം കൂടി ചെന്നിട്ട് ആ പാവയ്ക്ക് നന്നായിട്ട് വാടി ഈ ഒരു കളറിലേക്ക് വരണം. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പം നമുക്കിനി ഓയിൽ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്നെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് ഞാനൊരു 2 ദിവസം ഈ പാവയ്ക്ക കുപ്പിയിലാക്കി വെച്ചായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും അനാവശ്യത്തിനോ വിനാഗിരിയും വാരി എറിഞ്ഞ് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.